ആനന്ദേരി BGS LP സ്കൂൾ മണ്ണന്തറ. ഇവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചു. ഞാനിപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഒരു പരിപാടിക്ക് ക്ഷണിച്ചതാണ്. അപ്പോൾ നല്ല ഭക്ഷണമാണ് കഴിച്ചത്. കുട്ടികൾക്ക് എല്ലാ ദിവസവും വ്യത്യസ്തമായ രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള PTA കമ്മിറ്റി ടീച്ചേഴ്സ് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പൊതുവെ മണ്ണന്തറ BGS LP സ്കൂളിനെ പറ്റി നല്ല അഭിപ്രായമാണ് പൊതുവെ നാട്ടുകാർക്കിടയിലും എല്ലാം ഉള്ളത്. ഒരു സമയത്ത് വലിയ പ്രതിസന്ധി നേരിട്ട സ്കൂളായിരുന്നു BGS LP സ്കൂൾ. ആ പ്രതിസന്ധിയിൽ നിന്ന് സ്കൂളിനെ കരകയറ്റി കൂടുതൽ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടൽ ഇവിടെയുള്ള അധ്യാപകർ, അതുപോലെ തന്നെ ഈ നാട്ടുകാർ, പിന്നെ അതിൻ്റെ കൂടെ ചില ഘട്ടങ്ങളെ തന്നെ വ്യക്തിപരമായി ഞാനടക്കം ചേർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയപ്പോൾ ഇന്ന് ഏറ്റവും നല്ല നിലയിൽ കുട്ടികളുടെ സ്കൂളായി പിന്നെ BGS LP സ്കൂൾ മാറിയിട്ടുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായി ആ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും നാട്ടുകാരുടെ സഹായത്തോടുകൂടി PTA കമ്മിറ്റി ടീച്ചേഴ്സ് ഒറ്റക്കെട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ ഇടപെടലുകൾ നല്ല ഇടപെടലാണ്. അത് ഈ ഭക്ഷണകാര്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അത് പിന്നെ ഒരു മാതൃകാപരമായ രീതിയിലാണ് ഭക്ഷണം കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുന്നത്. തീർച്ചയായും ചില കാര്യങ്ങൾ ചെയ്യുന്ന പിന്നെ സ്കൂളിലെ PTAയും അതുപോലെ തന്നെ അധ്യാപകരെല്ലാം തന്നെ ഞാൻ ഈ ഒരു ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇതിപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ പ്രദേശത്തെ ആളാണ്. എൻ്റെ വാർഡ് 13 ഡേരിക്കലാണ്. ഈ സ്കൂൾ വന്നതിന് ശേഷമാണ് നമ്മൾ ഇതുവരെ കേൾക്കാത്ത പല ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടായത്. നമ്മളെല്ലാം കുട്ടിക്കാലത്ത് ഇതുവരെ കാണാത്ത ഭക്ഷണങ്ങൾ ഇന്നിപ്പം തന്നെ ചിക്കൻ ചമ്മന്തി, അതുപോലെ തന്നെ കാന്താരി ചിക്കൻ, അങ്ങനെയെല്ലാം ഐറ്റംസ് കണ്ട് ഇതെല്ലാം ഒരു സ്കൂൾ വന്നതിൻ്റെ മാറ്റമാണ്. എന്തായാലും നല്ലൊരു രീതിയിലുള്ള ഒരു PTAയും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റും സ്റ്റാഫും ഇടപെടുന്നുണ്ട്. ഇത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. BGS LP സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച് ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറും തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ആളുമാണ്.
പക്ഷേ ഈ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു PTA തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ PTA നല്ല രീതിയിലുള്ള കൂട്ടായ്മയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും അധ്യാപകരെല്ലാം കൂടി ഒത്തുചേർന്ന് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉച്ചഭക്ഷണം കൊടുക്കാനും അതോടൊപ്പം തന്നെ അവരെ പഠന നിലവാരത്തിലും നല്ല രീതിയിൽ ഉയർന്നു പോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തീരെ കുട്ടികൾ കുറഞ്ഞൊരു സാഹചര്യത്തിൽ PTAയും അധ്യാപകരും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് നല്ല കുട്ടികളുടെ പങ്കാളിത്തം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു.